അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ്റെ മഹത്വത്തെ സംബന്ധിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഖുർആൻ ഒരാൾക്കും മാറ്റാൻ സാധ്യമല്ല, പക്ഷേ ഖുർആൻ ഏതൊരാളെയും മാറ്റുന്ന രൂപത്തിലാണ് അതിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞു. ആ ഖുർആൻ്റെ സാന്നിധ്യം അതേതൊന്നിനെയും പവിത്രമാക്കി മാറ്റുന്നു എന്നുള്ളത്. ആ ഖുർആൻ സ്പർശിക്കുന്നതെല്ലാം ഏറ്റവും മഹത്വമേറിയതായിട്ട് മാറുകയാണ്. അപ്പോൾ ആ ഖുർആൻ അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനയാണ് വഹി നൽകിയത്. അതുകൊണ്ട് തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള സയ്യിദുൽ മലായിക്കയായിട്ട് മാറുകയാണ്. അതേപോലെ തന്നെ ആ വഹി ലഭിച്ച പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പ്രവാചകൻ, സയ്യിദുൽ മുർസലീൻ, അഷ്റഫുൽ ഖൽഖ്, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പ്രവാചകനായിട്ട് മാറുകയാണ്. അതേപോലെ തന്നെ ആ ഖുർആൻ ലഭിച്ച നമ്മുടെ ഉമ്മത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉമ്മത്തായിട്ട് മാറുകയാണ്. അതേപോലെ തന്നെ ആ പരിശുദ്ധ ഖുർആൻ നൽകിയ മാസം, ആ റമദാൻ മാസം, അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പവിത്രമായിട്ടുള്ള മാസമായിട്ട് മാറുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അത് നൽകിയ രാത്രി ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ആ ദിവസമായിട്ട് മാറുകയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി ഹദീസിലും പറയുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, ഏറ്റവും ഉത്തമൻ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ആ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അത് പാരായണം ചെയ്യുന്ന സ്ഥലങ്ങൾ, അത് ഏറ്റവും ബർക്കത്താക്കപ്പെട്ട റഹ്മത്തിൻ്റെ മലക്കുകളുടെ ആ സാന്നിധ്യം, തിങ്ങി നിറഞ്ഞ സാന്നിധ്യം ആ പ്രദേശത്ത് അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാകുമെന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ഖുർആനായിട്ട് ബന്ധപ്പെടുന്നതെല്ലാം അങ്ങേയറ്റം മഹത്വമേറിയതായിട്ട് മാറുകയാണ്. ഇപ്പോൾ മഹത്വത്തെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് അള്ളാഹു ആ ഗ്രന്ഥത്തെ കിതാബുൻ അസീസ്, സൂറത്ത് ഫുസ്സിലത്തിൻ്റെ 41-ാമത്തെ വചനത്തിൽ അത് അങ്ങേയറ്റം മഹത്വമുള്ള അല്ലെങ്കിൽ ആദരിക്കപ്പെടേണ്ട അതിശക്തമായിട്ടുള്ള ഗ്രന്ഥമെന്ന് അള്ളാഹു അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതിനു പുറമെ പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തായിട്ട് അള്ളാഹു ആ ഗ്രന്ഥത്തിന് നൽകുന്ന മഹത്വമേറിയിട്ടുള്ള ചില വിശേഷണങ്ങളെ സംബന്ധിച്ചാണ് ഈ ഒരു ഭാഗത്ത് തുടർന്ന് സംസാരിക്കുന്നത്. അള്ളാഹു മറ്റൊരു സ്ഥലത്ത് ഖുർആനെ നൂർ, പ്രകാശമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സൂറത്തുൽ മാഇദയുടെ 17-ാമത്തെ വചനത്തിൽ ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വ കിതാബും മുബീൻ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു നൂറ്, പ്രകാശം, അതേപോലെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സൂറത്തു നിസായിലും വ അൻസൽനാ ഇലൈക്കും നൂറൻ മുബീന, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ആ നൂറ്, പ്രകാശം അള്ളാഹു നൽകി എന്നുള്ളതാണ്. അപ്പോൾ ആ ഗ്രന്ഥത്തെ അവിടെ നൂർ, പ്രകാശമെന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ആ പ്രകാശം അത് നമ്മുടെ നിത്യജീവിതത്തിലുള്ള നമ്മുടെ തീരുമാനങ്ങളിൽ, നമ്മുടെ വിജ്ഞാനത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിലുടനീളം ആ ഖുർആൻ, ആ ഗ്രന്ഥം വെളിച്ചമായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഹൃദയത്തിലുള്ള എല്ലാ ഇരുട്ടുകളെയും അത് നീക്കുന്നു. അതേപോലെ തന്നെ ഏത് ഇരുട്ടിലും അത് വഴി കാണിക്കും എന്നുള്ളതാണ്. പക്ഷേ ആ വഴി ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾ കണ്ണ് തുറന്ന് നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്ത് വെളിച്ചമുണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഫലമില്ല. ആ വെളിച്ചം ഒരാൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ആ ജീവിതത്തിലുടനീളം മാത്രമല്ല, അയാളുടെ മരണസമയത്ത് അത് വെളിച്ചമായിട്ട് മാറും, അയാളുടെ ഖബറിൽ അത് വെളിച്ചമായിട്ട് മാറും, മരണാനന്തര ജീവിതത്തിൽ ആ സ്വർഗത്തിലെത്തും വരെ ആ ഗ്രന്ഥം അയാൾക്ക് വെളിച്ചം നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ അള്ളാഹു പരിശുദ്ധ ഖുർആനെ മറ്റു ചില സ്ഥലങ്ങളിൽ ബസ്വാഇർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ അൻആമിൻ്റെ 104-ാമത്തെ വചനത്തിൽ ഖദ് ജാഅക്കും ബസ്വാഇറും മിർ റബ്ബിക്കും, അതല്ലെങ്കിൽ സൂറത്തു ജാഥിയയിൽ ഹാദാ ബസ്വാഇറുൽ ലിന്നാസ്, അത് ഈ ഗ്രന്ഥം നിങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന ഗ്രന്ഥമാണ്. അതായത് ഇപ്പോൾ ബസ്വീറ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അബ്സ്വാർ എന്ന് വെച്ചാൽ അത് പുറമേക്കുള്ള ബാഹ്യദൃഷ്ടിയാണ്. അതേസമയം ബസ്വീറത്ത്, അതിൻ്റെ ജംഅ് ബസ്വാഇർ എന്ന് വെച്ചാൽ മനോദൃഷ്ടി, ഉൾക്കാഴ്ചയാണ്. ഇപ്പോൾ ഖുർആൻ ഏതൊരാൾക്കും ആ ഉൾക്കാഴ്ച നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പുറം കണ്ണുകൾക്ക് ഈ ലോകം കാണാൻ പുറത്ത് പ്രകാശം ആവശ്യമുള്ളതുപോലെ നമ്മുടെ അകക്കണ്ണുകൾക്ക്, നമ്മുടെ ഹൃദയത്തിന് ആ സത്യത്തെ തിരിച്ചറിയാൻ ആവശ്യമായിട്ടുള്ള ആ പ്രകാശം ഈ ഗ്രന്ഥം ഖുർആൻ നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സൂറത്തുൽ ഹജ്ജിൻ്റെ 46-ാമത്തെ വചനത്തിൽ ഫഇന്നഹ ലാ തഅമൽ അബ്സ്വാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫി സുദൂർ, അള്ളാഹു പറയുന്നുണ്ട്, കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ നെഞ്ചിനകത്തുള്ള ഹൃദയത്തെയാണെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പം അകത്ത് ഹൃദയം അടഞ്ഞ ഒരാൾക്ക് അയാൾ പുറമേക്ക് കണ്ണുകൾ തുറന്നാലും ആ സത്യത്തെ കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ സൂറത്തുൽ അൻആമിൻ്റെ 104-ാമത്തെ മനോഹരമായിട്ടുള്ള വചനത്തിൽ ഖദ് ജാഅക്കും ബസ്വാഇറും മിർ റബ്ബിക്കും, അള്ളാഹുവിങ്കിൽ നിന്ന് നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന, നിങ്ങൾക്ക് ആ ഉൾക്കാഴ്ച നൽകുന്ന ആ ഗ്രന്ഥം വന്നിരിക്കുന്നു. എന്നതിന് ശേഷം അള്ളാഹു പറയുന്നുണ്ട് ഫമൻ അബ്സറ ഫലി നഫ്സിഹി, ആരെങ്കിലും അവൻ്റെ അകക്കണ്ണുകൊണ്ട്, അവൻ്റെ ആ മനോദൃഷ്ടിയോടെ ആ സത്യത്തെ കണ്ടറിഞ്ഞാൽ അതിൻ്റെ ഗുണം അവനാണ്. അതേസമയം വമൻ അമിയ ഫ അലൈഹ,
ആരെങ്കിലും അന്ധനായി കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം അവനാണ്. അപ്പോൾ അവിടെ അള്ളാഹു പറയുന്ന അന്ധത എന്നുള്ളത് അത് നമ്മുടെ പുറമേയുള്ള കണ്ണിൻ്റെ അന്ധതയല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ അന്ധതയെ സംബന്ധിച്ചാണ് ആയത്തിൽ അള്ളാഹു സംസാരിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് അള്ളാഹു ഈ ഗ്രന്ഥത്തിന് ഖുർആന് നൽകിയ മറ്റൊരു വിശേഷണം അത് ഹുദയാണ് എന്നുള്ളതാണ്. നേർമാർഗം കാണിക്കുന്ന, മാർഗദർശനം കാണിക്കുന്ന ഗ്രന്ഥമെന്ന് അള്ളാഹു വിശേഷിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ്റെ ആരംഭത്തിൽ തന്നെ സൂറത്തുൽ ബഖറയിൽ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ, ഈ ഗ്രന്ഥം അതിൽ യാതൊരു സംശയവുമില്ല, സന്മാർഗം അള്ളാഹനെ സൂക്ഷിക്കുന്ന ഏതൊരാൾക്കും അത് ആ മാർഗദർശനം കാണിക്കും എന്നുള്ളതാണ്. അതല്ല സൂറത്തുൽ ഇസ്രാഇൻ്റെ ആരംഭത്തിൽ 9-ാമത്തെ വചനത്തിൽ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹി അഖ്വം, ഈ ഖുർആൻ നേരായിട്ടുള്ള മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കും. അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഹുദം വ റഹ്മത്തൻ, അല്ലെങ്കിൽ ഹാദാ ഹുദൻ, ആ രൂപത്തിൽ അത് മാർഗദർശനാണെന്ന് അള്ളാഹു വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിലുടനീളം ഏത് രൂപത്തിൽ വഴിതെറ്റിയ ആളുകൾക്കും ഈ ഗ്രന്ഥം വഴികാട്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ശരിയായിട്ടത് വഴി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൽ നിന്ന് ആരംഭിച്ച് തിരിച്ച് അള്ളാഹുവിലേക്കുള്ള ഒരു മടക്കയാത്രയിലാണ്. ഇന്ന ഇലാ റബ്ബിക റുജഅ, സൂറത്തുൽ അലഖിൽ അള്ളാഹു പറയുന്നുണ്ട്. ആ യാത്രയിലുടനീളം നമ്മുടെ GPS ആയിട്ട്, നമ്മുടെ വഴികാട്ടിയായിട്ട്, നമ്മുടെ ആ ഡെസ്റ്റിനേഷൻ, ആ സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ ഈ ഗ്രന്ഥം ഹുദ ആ വഴി കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അടുത്ത നാലാമതായിട്ട് അള്ളാഹു ആ ഖുർആന് നൽകിയ മറ്റൊരു വിശേഷണം അത് മുബീനാണ് എന്നുള്ളതാണ്. അപ്പോൾ സൂറത്തുൽ മാഇദയുടെ 15-ാമത്തെ വചനത്തിൽ കിതാബുൻ മുബീൻ, അതല്ലെങ്കിൽ ബിലിസാനിൻ അറബിയിൻ മുബീൻ അള്ളാഹു മറ്റൊരു സ്ഥലത്തും പറയുന്നുണ്ട്. അപ്പോൾ മുബീൻ എന്നുള്ളത് പ്രധാനമായിട്ട് രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, വ്യക്തമായ ഗ്രന്ഥമാണ്, സ്വയം വ്യക്തതയുള്ളതാണ്. അതേപോലെ തന്നെ അത് മറ്റുള്ളവയെ വ്യക്തമാക്കുന്ന, അതായത് അവ്യക്തതകളെല്ലാം വ്യക്തമാക്കുന്ന ഗ്രന്ഥം കൂടെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുടനീളം എല്ലാത്തിനെയും വളരെ വ്യക്തമായി വേർതിരിച്ച്, ആ ബയ്യന എന്നുള്ള പദം സമാനമായിട്ട് റൂട്ടിൽ വരുന്നതാണ്. അതായത് സത്യത്തെയും അസത്യത്തെയും, ഹറാമിനെയും ഹലാലിനെയും, അതേപോലെ തന്നെ ഹിദായത്തിനെയും ദ്വലാലത്തിനെയും, സന്മാർഗത്തെയും ദുർമാർഗത്തെയും എല്ലാം വേർതിരിച്ച് വ്യക്തമായി കാണിക്കുന്ന ഗ്രന്ഥമാണ്. അതേപോലെ തന്നെ അവ്യക്തതകളെയെല്ലാം വ്യക്തമാക്കുന്ന ഗ്രന്ഥം കൂടെയാണ്. അതായത് നമ്മുടെ ജീവിത ലക്ഷ്യം, അതല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാരാണ്, മരണശേഷം എന്താണ്, ഇതേ രൂപത്തിൽ അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന നിരവധി നമ്മുടെ അസ്തിത്വമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം, അതിന് അത്തരം അവ്യക്തതകളെല്ലാം വ്യക്തമായിട്ട് ഉത്തരം നൽകുന്ന ഗ്രന്ഥം കൂടെയാണ്. അതാണ് കിതാബുൻ മുബീൻ. ഇനി അഞ്ചാമതായിട്ട് അള്ളാഹു ഖുർആനെ ശിഫയാണെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്, രോഗശമനാണ്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രാഇൻ്റെ 82-ാമത്തെ വചനത്തിൽ മാഹുവ ഷിഫാഉം വ റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അതിൽ നിങ്ങൾക്ക് രോഗശമനം ഉണ്ടെന്ന് അള്ളാഹു പറയുന്നുണ്ട്. വീണ്ടും സൂറത്ത് യൂസുഫിലും ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വ ശിഫാഉൻ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഉപദേശവും അതേപോലെ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശമനമാണെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശാരീരിക രോഗങ്ങളെപ്പോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന ചില രോഗങ്ങളുണ്ട്. സൂറത്തുൽ ബഖറയിൽ ഫീ ഖുലൂബിഹിം മറദ് അള്ളാഹു പറയുന്നുണ്ട്. ഇപ്പോൾ ഹൃദയത്തെ ബാധിക്കുന്ന പക, അസൂയ, അഹംഭാവം, കിബർ, ദേഷ്യം, കാപട്യം, ശക്ക്, സംശയം, ഇതേ രൂപത്തിലുള്ള സർവ്വരോഗങ്ങൾക്കുള്ള ശമനം ആ ഗ്രന്ഥത്തിലുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ആ ഗ്രന്ഥത്തെ ശിഫയാണെന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം. ഇനി ആറാമതായിട്ട് അള്ളാഹു ഈ ഗ്രന്ഥത്തിന് നൽകുന്ന മറ്റൊരു വിശേഷണം അത് ദിക്റാണ്, ഉണർത്തലാണെന്ന് അള്ളാഹു പറയുന്നുണ്ട്. സൂറത്തുൽ ഹിജ്റിന്റെ ആരംഭത്തിൽ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാണ് ആ ദിക്റിനെ, ആ ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു പറയുകയാണ്. അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇൻഹുവ ഇല്ലാ ദിക്റുൻ, അതല്ലെങ്കിൽ സ്വാദ് വൽ ഖുർആനി ദി ദിക്ർ. അപ്പം അവിടെയെല്ലാം അള്ളാഹു ഖുർആനെ ദിക്ർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അത് ഓർമ്മപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. ഇപ്പോൾ മനുഷ്യന് സദാ മറക്കുന്നവനാണ്. ഇപ്പോൾ മനുഷ്യനെ വിശേഷിപ്പിക്കുന്ന ഇൻസാൻ എന്നുള്ള ആ പദം ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന അത് നിസിയാൻ, ആ മറവിയെ സൂചിപ്പിക്കുന്ന ആ പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ സദാ മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ആ സത്യത്തെ, ആ ഖുർആനാകുന്ന ദിക്ർ നിരന്തരം നമ്മളെ ഉണർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച്, അള്ളാഹിനെ സംബന്ധിച്ച്, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചെല്ലാം ഖുർആൻ നിരന്തരം നിങ്ങളെ ഉണർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരേ വിഷയം തന്നെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു ആവർത്തിച്ച് പറയുന്നത്. അത് നിരന്തരം നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ദിക്റാണ്. ഏഴാമതായിട്ട് അള്ളാഹു നൽകുന്ന മറ്റൊരു വിശേഷണം അത് തസ്ബീത്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ സൂറത്തുൽ ഫുർഖാന്റെ 32-ാമത്തെ വചനത്തിൽ വഖാലല്ലദീന കഫറൂ ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലത്തൻ വാഹിദ, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ പറഞ്ഞ റസൂലുള്ളാഹിനോട് പറഞ്ഞൊരു കാര്യം അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഖുർആന് ഒറ്റത്തവണയായിട്ട് എന്തുകൊണ്ടാണ് അവതരിപ്പിക്കാത്തത്? പല തവണകളായിട്ടാണ് നൽകുന്നത്. ശേഷം അള്ളാഹു പറയുന്നുണ്ട് കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക്, നിങ്ങളുടെ ഹൃദയത്തിന് ആ ഇസ്ബാത്ത്, അതായത് ആ സ്ഥൈര്യം നൽകാൻ വേണ്ടിയാണെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഖുർആൻ അള്ളാഹു നൽകുന്ന ഒരു വിശേഷണം അത് ഹൃദയത്തിന് സ്ഥൈര്യം നൽകുന്ന, അല്ലെങ്കിൽ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തുന്ന ഗ്രന്ഥമാണ് എന്നുള്ളത്. ആ സബാത്ത് നൽകുന്ന ഗ്രന്ഥമാണ്. ആ ജീവിതയാത്രയിലുടനീളം
വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ പ്രലോഭനങ്ങളും ഫിത്നകളെല്ലാം നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമയത്ത് സദാ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഹൃദയം, അതിനെ ആ സത്യത്തിലും നന്മയിലെല്ലാം അടിയുറച്ച് നിർത്താൻ വേണ്ടി ഈ ഗ്രന്ഥം നിങ്ങളെ സഹായിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് ആ ഖുർആനെ തസ്ബീത്ത് അല്ലെങ്കിൽ ആ സബാത്ത് നൽകുന്ന, സ്ഥൈര്യം നൽകുന്ന ഗ്രന്ഥമെന്ന് അള്ളാഹു വിശേഷിപ്പിക്കാനുള്ള കാരണം. അതേപോലെ തന്നെ അള്ളാഹു ആ ഖുർആന് നൽകുന്ന മറ്റൊരു വിശേഷണം അത് ബുഷ്റയാണെന്ന് പറയുന്നുണ്ട്. സൂറത്ത് നംലിൻ്റെ 89-ാമത്തെ വചനത്തിൽ വഹുദം വ റഹ്മത്തൻ വ ബുഷ്റാലിൽ മുസ്ലിമീൻ, അത് മുസ്ലിങ്ങൾക്ക് ആകമാനം ബുഷ്റ, സന്തോഷ വാർത്ത അല്ലെങ്കിൽ ഗുഡ് ന്യൂസ് ആണെന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇപ്പോൾ ഏതൊരു പരീക്ഷണ ഘട്ടത്തിലും പതറാതെ ക്ഷമ മുറുകെ പിടിച്ച ആളുകൾക്ക്, അതല്ലെങ്കിൽ ആ പ്രലോഭനങ്ങളിൽ വീഴാതെ നന്മയിൽ ഈമാൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിന്ന ആളുകൾക്ക്, അവർക്കുള്ള വലിയ പ്രതിഫലത്തെ സംബന്ധിച്ച് നിരന്തരം ആ ഗ്രന്ഥം സന്തോഷ വാർത്ത, ബുഷ്റ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അള്ളാഹു നൽകുന്ന ആ സന്തോഷ വാർത്ത അല്ലെങ്കിൽ ആ ബുഷ്റ, അത് നന്മയുടെ മാർഗത്തിൽ ശരിയായി വഴിതെറ്റാതെ സദാ മുന്നോട്ട് പോകാനുള്ള മോട്ടിവേഷൻ, പ്രചോദനമായിട്ട് മാറുകയാണ്. അതുമാത്രമല്ല, അങ്ങേയറ്റം പാപിയായിട്ടുള്ള, ജീവിതത്തിലുടനീളം പാപങ്ങൾ ചെയ്ത് അങ്ങേയറ്റം നിരാശപ്പെടുന്ന ആളുകൾക്ക് അവരുടെ അവസാന ശ്വാസം വരെ അള്ളാഹിൻ്റെ ആ കാരുണ്യത്തെ സംബന്ധിച്ച്, പാപമോചനത്തെ സംബന്ധിച്ച് നിരന്തരം പ്രതീക്ഷ നൽകി, ആ പ്രതീക്ഷയുടെ സന്തോഷ വാർത്തകൾ നൽകി അള്ളാഹു അവരെ നിരന്തരം തിരിച്ചു വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ വിളിക്കുത്തരം നൽകുന്ന ഏതൊരാൾക്കും പ്രതിഫലമായിട്ട് ലഭിക്കാനിരിക്കുന്ന സ്വർഗത്തെ സംബന്ധിച്ച് നിരന്തരം ആ ബുഷ്റ, സന്തോഷ വാർത്ത അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി 9-ാമതായിട്ട് അള്ളാഹു ആ ഗ്രന്ഥത്തിന് നൽകുന്ന മറ്റൊരു വിശേഷണം ആ ഗ്രന്ഥം മുബാറക്കാണ് എന്നുള്ളതാണ്. ഇപ്പോൾ സൂറത്ത് സ്വാദിൻ്റെ 29-ാമത്തെ വചനത്തിൽ കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, ആ ഗ്രന്ഥം ബർക്കത്താക്കപ്പെട്ട അനുഗ്രഹീത ഗ്രന്ഥമാണ് എന്നുള്ളത്. അപ്പോൾ ബർക്കത്ത് എന്നുള്ള പദം നമുക്കറിയാം, അപ്പോൾ വളരെ ചെറിയതിൽ നിന്നും വലിയ ഫലം ലഭിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അത് നിലനിൽക്കുന്നതാണ്, വർദ്ധിക്കുന്നതാണ്, അതാണ് ബർക്കത്ത്. അപ്പോൾ ആ ബർക്കത്ത് ഒരാൾക്കുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് പണം കൊണ്ട് കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഗ്രന്ഥമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഖുർആൻ വായിക്കുന്ന ആളുകൾക്കും പഠിക്കുന്ന ആളുകൾക്കും അത് അനുസരിക്കുന്ന ആളുകൾക്കെല്ലാം ജീവിതത്തിലുടനീളം ആ ബർക്കത്ത്, എല്ലാ കാര്യങ്ങളിലും ആ ബർക്കത്ത് ലഭിക്കാൻ അത് കാരണമായി തീരും എന്നുള്ളതാണ്. അവരുടെ എല്ലാ കാര്യത്തിലും ഒരു വർധനവും ആ ബർക്കത്തെല്ലാം ആ ഗ്രന്ഥം കാരണം അയാൾക്ക് ലഭിക്കും. അതാണ് മുബാറക്ക് എന്ന ഗ്രന്ഥത്തെ വിശേഷിപ്പിക്കാനുള്ള കാരണം. അപ്പോൾ ആ ബർക്കത്ത് മാത്രമല്ല, അത് റഹ്മത്താണ്, കാരുണ്യാണെന്നും പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും അള്ളാഹു പറയുന്നുണ്ട്. റഹ്മത്തല്ലിൽ മുഅ്മിനീൻ, അത് വിശ്വാസികൾക്കുള്ള കാരുണ്യമാണ്. അതേപോലെ തന്നെ മറ്റ് ചില സ്ഥലങ്ങളിൽ ആ ഗ്രന്ഥത്തെ അള്ളാഹു അൽ ഹക്ക്, ആ സമ്പൂർണ്ണമായിട്ടുള്ള ആ സത്യമെന്ന് അള്ളാഹു വിശേഷിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഇസ്രാഇൻ്റെ 105-ാമത്തെ വചനത്തിൽ വബിൽ ഹക്കി അൻസൽനാഹു വബിൽ ഹക്കി നസല, അള്ളാഹു ആ ഖുർആനെ അൽ ഹക്ക് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മറ്റ് ചില സ്ഥലത്ത് ആ ഖുർആനെ അതിൻ്റെ മറ്റൊരു പേരായിട്ടുള്ള ഫുർഖാൻ എന്നുള്ള പേരിൽ അള്ളാഹു വിശേഷിപ്പിക്കുന്നുണ്ട്. ആ ഫറക്ക എന്ന് വെച്ചാൽ വേർതിരിക്കുക എന്നുള്ളതാണ്. ആ സത്യത്തെയും അസത്യത്തെയും അതേപോലെ തന്നെ ശരിയെയും തെറ്റിനെയെല്ലാം വേർതിരിക്കാനുള്ള അളവുകോല്, അതാണ് ഫുർഖാൻ എന്ന് ആ ഗ്രന്ഥത്തെ അള്ളാഹു വിശേഷിപ്പിക്കാനുള്ള കാരണം. അതല്ലെങ്കിൽ അൽ കരീം എന്നുള്ള മറ്റൊരു വിശേഷണവും അള്ളാഹു ആ ഗ്രന്ഥത്തിന് നൽകിയതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്തുൽ വാഖിയുടെ 77-ാമത്തെ വചനത്തിൽ ഇന്നഹു ല ഖുർആനുൻ കരീം, ആ ഖുർആൻ അങ്ങേയറ്റം മഹത്വമുള്ളത് അല്ലെങ്കിൽ ഔദാര്യപൂർണമായിട്ടുള്ള ഗ്രന്ഥമാണ്. അപ്പം അത് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ വായനയിലും പുതിയ അനുഭവങ്ങളും ചിന്തകളെല്ലാം അത് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതൊരാൾക്കും അത് നൽകിക്കൊണ്ടേയിരിക്കും. അത് എത്ര വായിച്ചാലും മടുപ്പുളവാക്കാത്ത രൂപത്തിൽ അത് നൽകിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതാണ് ഔദാര്യം എന്നുള്ള അൽ കരീം എന്നുള്ള ഒരു വിശേഷണം ഗ്രന്ഥത്തിന് നൽകാനുള്ള കാരണം. ഇനി അവസാനമായിട്ട് അള്ളാഹു ആ ഗ്രന്ഥത്തെ റൂഹ് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ശൂറയുടെ 52-ാമത്തെ വചനത്തിൽ വകദാലിക ഔഹൈന ഇലൈക റൂഹം മിൻ അംരിന, അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം ആ റൂഹിനെ നിങ്ങൾക്ക് ബോധനായിട്ട് നൽകി എന്നുള്ളതാണ്. ആ റൂഹ് എന്ന് വെച്ചാൽ നമുക്കറിയാം ആ ജീവൻ നൽകുന്ന ആ വെളിപാട്. അപ്പോൾ നമ്മുടെ ഈ ഭൗതിക ശരീരത്തിന് ജീവൻ നൽകുന്നത് റൂഹാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിനും ആത്മാവിനെല്ലാം ജീവൻ നൽകുന്ന റൂഹ് അത് പരിശുദ്ധ ഖുർആനാണ്. ആ റൂഹില്ലാത്ത ശരീരം നിർജ്ജീവമാകുന്നത് പോലെ ആ ഖുർആനില്ലാത്ത ഹൃദയങ്ങൾ ആത്മീയമായിട്ട് നിർജ്ജീവാവസ്ഥയിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ആ ആത്മാവിന് പുതുജീവൻ നൽകുന്ന റൂഹെന്ന് അള്ളാഹു ആ ഗ്രന്ഥത്തെ വിശേഷിപ്പിക്കാനുണ്ടായ കാരണം. അപ്പം ഇത്രയേറെ വൈവിധ്യമാർന്ന വിശേഷണങ്ങൾ നമ്മൾ കണ്ടു. അത്രയും ഹൃദയത്തെ സ്വാധീനിക്കാൻ മാത്രം ശക്തമാണ് ആ ഖുർആൻ്റെ സന്ദേശം എന്നുള്ളതാണ്. ആത്മാർത്ഥ ഹൃദയമായിട്ട് ഖുർആനെ സമീപിക്കുന്ന ഏതൊരാളെയും ഖുർആൻ കീഴടക്കും എന്നുള്ളതാണ്.